ഒരു നിസ്സാരക്കാരനല്ല. നമ്മളൊക്കെ വളരെ പുച്ഛത്തോടു കൂടി ചില ആൾക്കാരെയൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് ചാണകം ചാണകം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ചാണകത്തിന് വേണ്ടി ഇപ്പോൾ വിദേശ രാജ്യങ്ങൾ ഇന്ത്യയിലേക്ക് ക്യൂ നിൽക്കുകയാണെന്നാണ് പറയുന്നത്. 1 കിലോ ചാണകത്തിന് എത്ര രൂപ വരും? 1 കിലോ ചാണകം കൊടുത്താൽ ഇപ്പോൾ 30 മുതൽ 50 രൂപ വരെ കിട്ടും. ചാണകത്തിന് സ്വർണത്തിന്റെ വിലയായെന്ന് വേണമെങ്കിൽ ആലോചിച്ച് ഒരു നല്ല പശു അല്ലെങ്കിൽ ഒരു ഫിറ്റ് ആയിട്ടുള്ള പശു ഒരു ദിവസം 12 കിലോളം ചാണകം ഇടുമെന്നാണ് സയന്റിഫിക്കലി പറഞ്ഞു വെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു പശുവിനെ കൊണ്ട് നമുക്ക് എത്ര പൈസ ലഭിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ അറബ് നാടുകളിൽ നിന്ന്, പ്രത്യേകിച്ച് കുവൈറ്റിൽ നിന്ന് വലിയ രീതിയിൽ ഓർഡറുകൾ ഇന്ത്യൻ പശുക്കളുടെ ചാണകത്തിന് വേണ്ടി വരുന്നുണ്ട്. ഒരുപക്ഷെ ഒരു ശരാശരി മലയാളിക്ക് ഇത് കേൾക്കുമ്പോൾ നെറ്റി ചുളിഞ്ഞിരിക്കാം. അതെ, പക്ഷേ പശുവിന്റെ വില അറബ് നാടുകൾ തന്നെ തിരിച്ചറിഞ്ഞു എന്ന് വേണം ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ. കുവൈറ്റ് 192 മെട്രിക് ടണ്ണിൻ്റെ ഒരു ഓർഡറാണ് ചാണകത്തിന് വേണ്ടി ഇന്ത്യയിലേക്ക് പ്ലേസ് ചെയ്തിരിക്കുന്നത്. 1 മെട്രിക് ടൺ എന്ന് പറഞ്ഞാൽ 1000 കിലോയാണ്. അപ്പോൾ അത്രത്തോളം അവർക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇപ്പോൾ എക്സ്പേർട്സ് പറയുന്നത് ഇനിയും ചാണകത്തിൻ്റെ വില കൂടും. കാരണം ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനനുസരിച്ച് ഇന്ത്യയിൽ 30 കോടി പശുക്കളുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഇത്രയും പശുക്കളിൽ നിന്ന് വലിയ ഒരു സംഖ്യ രാജ്യത്തിന് മുതൽക്കൂട്ടാകുന്ന രീതിയിൽ ഉണ്ടാവാൻ പോകുന്നു എന്ന് വേണം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ. ഞാനിവിടെ ആലോചിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? ഒന്നാലോചിച്ചു, വിദേശ രാജ്യങ്ങൾ വരെ ഇന്ത്യയിലെ ചാണകത്തെ കുറിച്ച് ഇത്രയും ഗാഢമായി പഠിക്കുകയും അതിന്റെ ഇത്രയും ഉപയോഗത്തെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഇന്ത്യയിലെ ആൾക്കാർ ചാണകത്തെ എന്താണ് ചെയ്യുന്നത്? ചാണകം പറഞ്ഞ് ദീപാവലി ആഘോഷിക്കുന്നു, ചാണകം തേച്ച് കൊറോണ പോകുമെന്ന് പറഞ്ഞ് കാട്ടിക്കുട്ടിയത് നമ്മൾ കണ്ടു, ചാണകം കഴിക്കുക എന്നുവെച്ചാൽ ഒരാവശ്യവുമില്ലാത്ത എന്തൊക്കെയാണ്. ഇതിന്റെ ഇത്രയും ഉപയോഗങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കാതെ മണ്ടന്മാരെ പോലെ നമ്മൾ അതൊന്നും ചെയ്യാതെ വേറെ എന്തൊക്കെയാണ് നമ്മൾ ചാണകം കൊണ്ട് കാണിക്കുന്നത്. പക്ഷേ ഇത്രയും യൂസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ ഇത്രയും നമുക്ക് എക്കണോമിക്കലി റിച്ച് ആവാൻ നമ്മളെ സഹായിക്കുന്ന ഒരു സംഭവമാണ് ഈ ചാണകം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ബേസിക്കലി പശു എന്ന് പറയുന്നത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആനിമലാണ്. നമ്മളുടെ ഈ വേദ കാലഘട്ടം മുതൽ തന്നെ പശു ഏറ്റവും റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു ഇതാണ്, ഏറ്റവും പ്രിഷ്യസ് ആണ്. പലപ്പോഴും ഈ റെയ്ഡുകൾ നടത്തും ഗോത്രങ്ങൾ തമ്മിൽ. എന്ന് വെച്ചാൽ അവർ എടുത്തുകൊണ്ട് പോകുന്നത് പശുക്കളെയാണ്. കാരണം പശു അത്രത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പശുവിന്റെ എല്ലാം നമുക്ക് ഉപയോഗിക്കാം. ചാണകം ഇപ്പൊ ഉപയോഗിക്കുന്നു, ഗോമൂത്രം അത് ഉപയോഗിക്കാറുണ്ട്, അതെ അതെ. പിന്നെ നമുക്ക് കൃഷിക്കും ഗോമൂത്രം ഉപയോഗിക്കാറുണ്ടല്ലോ. അപ്പോൾ അത്രത്തോളം വാല്യുബിൾ ആയിട്ടുള്ള ഒരു കമ്മോഡിറ്റിയാണ് പശു എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് മലയാളികളെല്ലാം ഒരാഗ്രഹം എന്ന് വെച്ചാൽ പശുവിനെ അറുത്ത് കറി വയ്ക്കാനാണ് കൂടുതൽ ആൾക്കാരും ചിന്തിക്കുക. പക്ഷേ ഇതിന്റെ ഇമ്പോർട്ടൻസ് ഇപ്പോൾ പല ഗവേഷണങ്ങളും അത് തെളിയിച്ചിട്ടുണ്ട്. പശുവിന്റെ ചാണകം അഗ്രികൾച്ചറിന് ദ ബെസ്റ്റ് തിങ് ആണ്. ഇപ്പൊ കൂടുതൽ ആൾക്കാരും ഈ സിന്തറ്റിക് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് ആണ് ഉപയോഗിക്കാറുള്ളത്. പക്ഷെ പശു എന്ന ഒരു ഓപ്ഷൻ നമ്മുടെ മുന്നിലുണ്ട്. അത് പണ്ട് കാലം മുതലേ നമ്മൾ ഈ ചാണകം വളമായി ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ ഗ്രാജുവലി അത് കുറഞ്ഞു വരും. അതെ, കാരണം എല്ലാവർക്കും ഇൻസ്റ്റന്റ് ആയിട്ടുള്ള റിസൾട്ട് വേണം. അപ്പൊ നാച്ചുറലി ഈ കൃഷിയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഈ കെമിക്കൽ ഫെർട്ടിലൈസർ ഉപയോഗിക്കുമ്പോഴത്തേക്കും ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് കിട്ടും. പക്ഷേ ഓൺ ലോങ് ഡ്യൂറേഷനിൽ നമുക്ക് പിന്നെ ഭൂമി കൊള്ളില്ല ഒന്നിനും. അപ്പൊ അതുകൊണ്ടാണ് സോയിലിന്റെ പ്യൂരിറ്റി നഷ്ടപ്പെടും. പിന്നെ അവിടുത്തെ മണ്ണിരകളൊക്കെ നശിച്ചു പോകും. അങ്ങനെ ഒരുപാട് ദൂഷ്യവശങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ പെസ്റ്റിസൈഡ്സ് ഒക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമ്മള് കാസർഗോഡ് എൻമകച്ചയിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ എൻഡോസൾഫാൻ ഉപയോഗിച്ച് എത്ര പേരാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ പല വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്. നമുക്ക് വേണ്ട അരി, പച്ചക്കറി ഒക്കെ പുറത്തുനിന്നാണ് വരുന്നത്. ഈ തമിഴ്നാട്ടിലൊക്കെ പല ഭാഗങ്ങളിലും കേരളത്തിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള സാധനം പ്രത്യേക സ്ഥലത്താണ് അവർ ഉണ്ടാക്കുന്നത്. അതിലേക്ക് കൂടുതൽ ഈ കെമിക്കൽ സാധനങ്ങൾ അവർ ആഡ് ചെയ്യും. അവർക്ക് വേണ്ട സാധനം അവർ കൃത്യമായി ഉണ്ടാക്കും, നല്ല രീതിയിൽ. അതെ. അപ്പോൾ നാച്ചുറലി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ പേഷ്യൻസ് ഉള്ളൊരു സംസ്ഥാനം കേരളമാണ്. നമുക്ക് ഇത്രത്തോളം ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഒരു ജീവിത രീതിയെ പ്രതികൂലമായിട്ട് ബാധിക്കുവാണ്. അപ്പോൾ അവിടെയാണ് അറബ് നാട് നമ്മുടെ ഇവിടുന്ന് ചാണകം അത്രത്തോളം എക്സ്പോർട്ട് ചെയ്തുകൊണ്ട് അവർക്ക് വേണമെങ്കിൽ കെമിക്കൽസ് യൂസ് ചെയ്യാൻ പാടില്ല. ഇത് ഉണ്ട്. അവർക്ക് ഈന്തപ്പനയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ ചാണകം ഓർഡർ ചെയ്യണത്. വേണമെങ്കിൽ അവർക്ക് നല്ല കെമിക്കൽസ് വെച്ചിട്ട് ഇതിന്റെ വളരെ തുച്ഛമായ ചെലവിൽ അവർക്ക് ഇതെല്ലാം വളർത്തിയെടുക്കാം. പക്ഷെ അവർ ചെയ്യുന്നില്ല. അവർ ഇന്ത്യൻ ചാണകം തന്നെ അവർ പ്രിഫർ ചെയ്യുന്നു. അതിന്റെ വലിയൊരു കാര്യമാണത്. പിന്നെ നമുക്ക് പറയാൻ വേറൊരു കാര്യം, എങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ മിൽമ ഉണ്ട്, ഗുജറാത്തിൽ അമൂൽ എന്ന ബ്രാൻഡുണ്ട്, ഇപ്പോൾ കർണാടകയിൽ നന്ദിനി എന്ന ബ്രാൻഡുണ്ട്. മലയാളികൾ അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ എത്രത്തോളം ഇതിനെപ്പറ്റി ബോധേഡല്ല. കാരണം എത്ര പേരായിരിക്കും ഒരു പക്ഷേ മിൽമയുടെ പാൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. എത്രത്തോളം പ്രോഡക്ട്സ് ആണ് മിൽമയ്ക്കുള്ളത്. ഒരുപാട് നല്ല പ്രോഡക്ട്സ് മിൽമയ്ക്കുണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ അടുത്ത ഒരു കടയിൽ ഉണ്ടാവുക അമൂലിൻ്റെ എല്ലാ പ്രോഡക്ട്സ് ആയിരിക്കും. ഈ ഷോപ്പിംഗ് മോൾസിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഷോപ്പിംഗ് കോംപ്ലക്സിലോ എവിടെ പോയാലും കടകളിൽ പോയി കഴിഞ്ഞാൽ അമൂലിന്റെ പ്രോഡക്ട്സ് എല്ലായിടത്തും അവൈലബിൾ ആണ്. മിൽമ ബൂത്തുകളൊക്കെ ഇപ്പൊ ചായക്കടകളായി മാറിയിരിക്കുകയാണ്. അതെ, കാരണം ജനങ്ങൾക്ക് അവയർനെസ് ഇല്ല. ഇതെല്ലാം ഇവർ പ്രൊഡക്ഷൻ. പിന്നെ ഈ മിൽമ ബൂത്തുകളിൽ ചെന്നിട്ട് ഇപ്പൊ നമ്മൾ ഈ മിൽമയുടെ ഏതെങ്കിലും പ്രൊഡക്റ്റിന്റെ ഇപ്പൊ എവിടെയെങ്കിലും വെച്ച് ആഡൊക്കെ കണ്ടിട്ട് നമ്മൾ ചെന്ന് മിൽമ ബൂത്ത് ചോദിക്കുമ്പോൾ ഈ പ്രൊഡക്റ്റ് അവിടെ ഇല്ല.
പിന്നെ നമ്മളത് പക്ഷെ തൊട്ടപ്പുറത്തെ കടയിൽ അമൂലിന്റെ എല്ലാ പ്രോഡക്റ്റും ഉണ്ടാവും. അല്ലെങ്കിൽ നന്ദിനി, ഈ കർണാടക സ്റ്റേറ്റ് കോപ്പറേറ്റീവ്, അവരുടെ എല്ലാ പ്രോഡക്ട്സും കേരളത്തിൽ അവൈലബിൾ ആണ്. അപ്പോൾ കേരളത്തിന്റെ പുറത്ത് എവിടെയെങ്കിലും മിൽമ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ എവിടെയും കണ്ടിട്ടില്ല. പക്ഷെ ഗുജറാത്തിലെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെയും കർണാടകയുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെയും ഒക്കെ കേരളത്തിൽ വന്ന് അവർക്ക് ബിസിനസ് ചെയ്യാം, ലാഭം ഉണ്ടാക്കാം. പക്ഷേ ഇതിനപ്പുറത്തേക്ക് കേരളത്തിന്റെ മിൽമ കോർപ്പറേഷൻ അവർ ഇതൊന്നും ചിന്തിക്കണില്ല. അതിന്റെ വലിയൊരു പ്രശ്നം ഉണ്ട്. വേണ്ട രീതിയിൽ ഉപയോഗിക്കാത്തതിന്റെ പ്രശ്നം എന്ന് നമുക്ക് പറയാം. ഈ ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കാത്തത് ബേസിക്കലി അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. കാരണം ഇപ്പോൾ കൂടുതൽ ആൾക്കാർ, മിൽമയുടെ ടേൺ ഓവർ കൂടിക്കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർക്ക് ജോലി കിട്ടും, കൂടുതൽ വരുമാനം ഉണ്ടാവും. അപ്പോൾ ബേസിക്കലി ഇതുപോലെ തന്നെ പല പ്രോഡക്ട്സും, കൂടുതൽ പ്രോഡക്ട്സും ഉണ്ടാക്കാം. അപ്പോൾ എംപ്ലോയ്മെന്റ് അവിടെ കൂടുകയാണ്. സ്റ്റേറ്റിന്, ഇത് മിൽമ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിന്റെ അണ്ടറിൽ തന്നെയാണ്. അപ്പോൾ സ്റ്റേറ്റിന് ഇതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവും, ജനങ്ങൾക്ക്. കാരണം നാച്ചുറലി കേരളത്തിൽ ഉണ്ടാക്കുന്ന ഒരു സാധനത്തിന് കെമിക്കൽസ് കുറവായിരിക്കും. അപ്പോൾ ഇതൊന്നും അവര് ചിന്തിക്കണില്ല. എല്ലാം ഉണ്ടായിട്ടും പണ്ട് മുതൽ നമുക്ക് എനിക്ക് മലയാളികൾക്കുള്ള ഒരു പ്രശ്നമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടായ ഒരുപാട് സാധനങ്ങൾ നമ്മൾ അതിനെ അംഗീകരിക്കുന്നത് പുറത്തുനിന്ന് വരുമ്പോഴാണ്. അല്ലാതെ നമ്മൾ നമ്മുടേതായ ഒരു സാധനത്തെ അംഗീകരിക്കാൻ വളരെ അഭിമാനത്തോടെ നമ്മൾ മലയാളികളാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഇവിടുന്ന് പോയി തിരിച്ചു വരുന്ന സാധനങ്ങളെയാണ് നമ്മൾ കൃത്യമായി അംഗീകരിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ സിനിമാ നടന്മാരുടെ കാര്യത്തിലും അങ്ങനെയാണ്, ഇപ്പൊ ഇങ്ങനത്തെ പ്രൊഡക്ട്സിന്റെ കാര്യത്തിലും അങ്ങനെയാണ്. എല്ലാ കാര്യത്തിലും നമുക്ക് അങ്ങനെ കഴിയും. ഇപ്പൊ നമ്മള് ഈ പശുവിനാണ് നമ്മുടെ മെയിൻ വിഷയം. പശുവിനെ നമ്മൾ ഗോമാതാവ് എന്ന് വിളിക്കുന്നുണ്ട്. ഈ ഗോമാതാവ് എന്ന് എനിക്ക് തോന്നുന്നു പണ്ട് കാലത്ത് ആൾക്കാർ പശുവിനെ വിളിച്ചിട്ടുണ്ടാവുക മേ ബി ഇത്രത്തോളം യൂസ്ഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് ഇത്രത്തോളം സപ്പോർട്ടീവ് ആയിട്ട് നിൽക്കുന്ന ഒരു എനിമൽ ആയതുകൊണ്ടായിരിക്കും. ഇവിടെ ഇപ്പൊ അത് BJPയുടെ ആളായി ഗോമാതാവ്, അതല്ലെങ്കിൽ അതിലേക്ക് പാർട്ടി വന്നു, അതിലേക്ക് വർഗീയത കയറി വന്നു. അങ്ങനെ പശു ഒരു എന്താ പറയുക ടെററായി മാറി. അതിന്റെ യൂസ്ഫുൾനെസ് ഒക്കെ വിട്ട് ഇപ്പൊ പശു ചാണകം എന്നൊക്കെ പറയുന്നത് തെറിയാണ് നമ്മുടെ നാട്ടില്. ഒന്ന് ആലോചിച്ച് നോക്ക്, പല BJPക്കാരെയും ചാണകം എന്ന് വിളിച്ച് നമ്മൾ കളിയാക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇത്രത്തോളം വിലയുള്ള ഒരു സാധനമാണ് ഈ ചാണകം എന്ന് പറയുന്നത്, ആരും അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. ഇന്ത്യയുടെ ഹിസ്റ്ററി നമ്മൾ പരിശോധിച്ചാൽ എന്നും പശുവിന് വലിയ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമുണ്ട്. അതിപ്പോ ഗാന്ധിയുടെ എഴുത്തിലാണെങ്കിലും ഒക്കെ നമ്മൾക്ക് അത് കാണാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 48 അത് പശുക്കളെ സംരക്ഷിക്കണം എന്നാണ് അതിൻ്റെ രത്നചുരുക്കം. ഈ 48 വരുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിലാണ്. അത് ലോ വെച്ച് നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ സാധിക്കില്ല. ഇത് ഒരു നിർദ്ദേശ തത്വങ്ങളാണ്. സ്റ്റേറ്റ് എങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്ന മോറൽ വാല്യൂസ്, ഗാന്ധിയൻ ആദർശങ്ങളെയാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ നാച്ചുറലി അവരുടെ ഒരു വിഷനായിരുന്നു പശുക്കളുടെ സംരക്ഷണം. അപ്പോൾ ഒന്ന് അതിൻ്റെ ഇക്കണോമിക് ആസ്പെക്റ്റുകളുണ്ട്, ഒന്ന് വലിയ രീതിയിൽ പ്രൊഡക്ട്സുകൾ പശുവിൽ നിന്നുണ്ടാക്കാം. പിന്നെ ഇതിൻ്റെ ഒരു പ്യൂരിറ്റി ഉണ്ട്. ഈ പശുവിൻ്റെ, കാരണം എല്ലാ മനുഷ്യരും കുടിക്കണമെന്നാണ് പശുവിൻ്റെ പാല്. അപ്പോൾ ഇങ്ങനെ ഒരു വലിയൊരു നാച്ചുറലി ഉണ്ടാകാനുള്ള ഇതിൻ്റെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് ആസ്പെക്റ്റുകളുണ്ട്. അത് കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സിനും നമ്മുടെ ഗാന്ധി ഉൾപ്പെടെ ആൾക്കാർക്കും അതിനെപ്പറ്റി ധാരണ ഉണ്ടായിരുന്നു. അത് പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോൾ ഇപ്പോൾ പറഞ്ഞതുപോലെ പശു എന്ന് പറഞ്ഞാൽ BJPയുടെ ഒരാളായിട്ട് മാറി. അത് ഒന്ന് അതിൻ്റെ പിന്നിൽ വലിയ പൊളിറ്റിക്സ് ഉണ്ട് ഇതിൻ്റെ പുറകിൽ. അപ്പോൾ നാച്ചുറലി ഈ വാർത്ത മനുഷ്യർ കണ്ണ് തുറന്ന് കാണേണ്ടതാണ്. അറബ് നാടുകൾ, കുവൈറ്റ് പോലുള്ള രാജ്യങ്ങൾ വലിയ രീതിയിൽ ബൾക്കായിട്ട് ഇന്ത്യൻ പശുവിൻ്റെ ചാണകം ഓർഡർ ചെയ്തുകൊണ്ട് പോവാണ് അവര്. അതെ, എന്തിനാണ് അത്? ഈന്തപ്പഴം ഉണ്ടാക്കാൻ, ഈന്തപ്പഴത്തിന്റെ കൃഷിക്കാണ്. ഈ ഈന്തപ്പഴം നമ്മള് ഗൾഫിൽ നിന്നൊക്കെ ഈന്തപ്പഴം കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ സൂപ്പർ സംഭവമാണ്. അല്ലെ, നമ്മളത് വളരെ ആവേശത്തോടെ ഈ ഈന്തപ്പഴം കൊണ്ട് ഇപ്പൊ അവസാനം അവര് ലിക്കർ വരെ ഉണ്ടാക്കി. ലിക്കറാണോ കോള വരെ ഉണ്ടാക്കി. അതൊക്കെ കേരളത്തിലും ഇന്ത്യയിലും ചർച്ചയാവുന്നുണ്ട്. പക്ഷെ ഈ ചാണകത്തിന്റെ കാര്യം റിപ്പോർട്ടും ചെയ്തിട്ടില്ല. ഇത് റിപ്പോർട്ട് ചെയ്യാനും പോണില്ല. കാരണം ഇത് കുറച്ച് ആൾക്കാരെ അസ്വസ്ഥരാക്കുന്നുണ്ട്. പശുവിന്റെ ചാണകത്തിന് ഇതിന് മാത്രം വിലയുണ്ടെന്ന്. ഈ വിഷയം നമ്മളിപ്പോ ചർച്ചയായി എന്നിരിക്കട്ടെ, അപ്പോൾ അത് വീണ്ടും ഒരു രാഷ്ട്രീയ ടൂളായിട്ട് മാറും. ഇതുകൊണ്ടാണ് അന്ന് ഞങ്ങൾ പശുവിനെ കൊല്ലരുത് അല്ലെങ്കിൽ ബീഫ് കഴിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം വരും. അല്ലെങ്കിൽ അവര് പടച്ചു വിട്ടതാണ് ഈ വാർത്ത, ഇത് ഇങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വിഭാഗം വരും. ഇതൊരു രാഷ്ട്രീയ പ്രശ്നമായി മാറും. അപ്പോഴും ഇതിന്റെ ഉപയോഗങ്ങൾ അംഗീകരിക്കാൻ ആരും തയ്യാറാവണില്ല. ബേസിക്കലി ഇപ്പൊ പറഞ്ഞതുപോലെ ഇനിയും ഇതിന്റെ വില കൂടും. അത് നാച്ചുറലി കർഷകനാണ് ഇതിനെ ബെനിഫിറ്റ് ചെയ്യണത്. ഒരു പശുവിനെ വളർത്തുന്ന ആളിന്റെ ഈ ചാണകം എന്ന് പറഞ്ഞൊരു ബൈ പ്രോഡക്റ്റ് ആണ്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ബേസിക്കലി ഇതൊരു എക്സ്ട്രാ റവന്യൂ ആണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ പാലാണ് ബേസിക്കലി അവരുടെ ഒരു പാലിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ പശുവിനെ വളർത്തുന്നത്. അപ്പോൾ നാച്ചുറലി ഈ ഒരു എക്സ്റ്റേണൽ വരുമാനം കൂടെ അവർക്ക് ലഭിക്കുകയാണ്. കാരണം ഇപ്പൊ ഇന്ത്യയില് പശുക്കളുടെ ചാണകത്തിന്റെ ഒരു കണക്കെടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ എത്രയോ ടൺ ഉണ്ടെന്ന് നേരത്തെ ഗണേഷ് പറഞ്ഞു. അതിലെനിക്ക് തോന്നുന്നു ഒരു 30-40% നമ്മൾ ഉപയോഗിക്കുന്നത്. ചില വീടുകളിൽ ഇന്നും അത് കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ചില നാടുകളിൽ മുറ്റം മെഴുകാൻ, അങ്ങനെ അവരുടെ ഇന്റീരിയർ യൂസിന് വേണ്ടി ചാണകം ഉപയോഗിക്കുന്നവരുണ്ട്. ചിലർ മെഡിക്കൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നവരുണ്ട്. ബാക്കി അത്രയും ചാണകങ്ങൾ വേസ്റ്റ് ആണ്. അത് വേസ്റ്റ് ആണെന്ന് പറഞ്ഞ് തള്ളിക്കളയാണ്. പക്ഷെ അത് എത്രയോ വില മതിക്കുന്ന, ലക്ഷങ്ങളോളം കിട്ടാൻ സാധിക്കുന്ന ഒരു ബിസിനസ്സിനെയാണ് നമ്മൾ അവജ്ഞയോടുകൂടി തള്ളിക്കളയുന്നത്. ഇനി ഒരു മാറ്റം ഉണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
മാറട്ടെ.